എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശാണുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് കടന്നു പോകുന്നത്, മോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ച. നമുക്കറിയാം, മോദി ട്രംപിന്റെ സ്ഥാനാരോഹണ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ട്രംപുമായി വിസിറ്റ് ചെയ്യുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുക്കം ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം മോദി അമേരിക്കയിൽ എത്തിയിരിക്കുന്നു, ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. നിരവധി വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നിരിക്കുന്നു. 100 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റും അതുപോലെ നമ്മുടെ ഡിഫൻസ്, ഊർജ്ജം അടക്കമുള്ള മേഖലകളിൽ ഉള്ള ചർച്ചകൾ നടന്നിരിക്കുന്നു. വലിയ തോതിലുള്ള US നിക്ഷേപം ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളും നടക്കുന്നുണ്ട്. ജഗത്, എന്താണ് ഇന്ന് സംഭവിച്ചത്? എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം? മോദി ട്രംപ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. മോദിയും ട്രംപും തമ്മിൽ ഒരു ബ്രൊമാൻസ് ആണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. അതൊരു ബ്രദർലി ഫ്രണ്ട്ഷിപ്പ് റൊമാൻസ് എന്നുള്ള രീതിയിൽ ആണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തിയെ എല്ലാവർക്കും പരിചയമുള്ള ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയിരുന്നു. US ഒരു സെലിബ്രിറ്റി ആയിരുന്നു അദ്ദേഹം. ഒരു അപ്പൻഡിക്സ് പറഞ്ഞിട്ട് ഒരു ഷോ, കൃത്യമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ അതൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. ആ ഷോവുമായിട്ട് ബന്ധപ്പെട്ടാണ് ട്രംപ് US ഫേമസ് ആവുന്നത്. കാരണം ഹി വാസ് എ ഹൗസ് ഹോൾഡ് ഫേസ് ഇൻ US ടെലിവിഷൻ. അതിനുശേഷം അദ്ദേഹം ഈ പണത്തിന്റെയും പിന്നെ അദ്ദേഹത്തിന്റെ വ്യവസായ സാമ്രാജ്യത്തെ കുറിച്ച് ഹി വാസ് വെരി വോക്കൽ ആൻഡ് ഹി വാസ് ഔട്ട്സ്പോക്കൻ. ആ ഒരു ഇത് കാരണം പല ആൾക്കാർക്കും ട്രംപിനെതിരെ പോളറൈസിംഗ് ആയിട്ടുള്ള പല ഒപ്പീനിയൻസും ഉണ്ടായിരുന്നു US. എസ്പെഷ്യലി അദ്ദേഹം ഈ സ്ത്രീകൾ പറ്റിയൊക്കെ കുറച്ച് മിസോജിനിസ്റ്റിക് കമന്റുകളൊക്കെ ഇടയ്ക്ക് പുള്ളി സ്വകാര്യമായിട്ട് പറഞ്ഞതാണ്. കുറച്ച് പ്രോബ്ലംസ് അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഒരു ലിബറൽ മീഡിയയിൽ ട്രംപിന് ഒരു നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. ബട്ട് പുള്ളിക്ക് ഫാൻസ് ഉണ്ടായിരുന്നു. ദേ വർ ഹിസ് ഹാർഡ് കോർ ഫാൻസ്. സോ ടോട്ടലി ഒരു പോളറൈസിംഗ് വ്യക്തിത്വമായിരുന്നു ട്രംപിന് ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ചില വ്യക്തിപരമായ അജണ്ടയുടെ പുറത്താണ് അദ്ദേഹം US പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരിക്കുന്നതും. ഈവൻ പുള്ളിക്ക് അന്നത്തെ കാലത്ത് പാർട്ടിക്കുള്ളിൽ പോലും സപ്പോർട്ട് ഇല്ലായിരുന്നു. ബട്ട് ഹി ഫൈറ്റ് ത്രൂ ഹിസ് വേ. ഹി വാസ് എ റിയൽ ഫൈറ്റർ. അങ്ങനെ ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം ബാക്കിയുള്ള എല്ലാവരെയും ശത്രുക്കളെല്ലാം ഒഴിവാക്കി 2016 GOPയുടെ നോമിനേഷൻ കിട്ടി. ആ സമയത്ത് ഹില്ലരി ക്ലിന്റൺ പോലുള്ള ലോകത്ത് തന്നെ എല്ലാവർക്കും ലിബറൽ മീഡിയ, എസ്പെഷ്യലി ലിബറൽ മീഡിയയ്ക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സ്വീകാര്യമായ ഒരു വ്യക്തിക്കെതിരെ അന്ന് വളരെ പോളറൈസിംഗ് ആയിട്ടുള്ള രീതിയിൽ ചില കമന്റ്സുകളും ഡിബേറ്റിൽ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്താണ് ട്രംപ് ഫസ്റ്റ് ടൈമിൽ പ്രസിഡന്റ് ആവും. ട്രംപ് ഫസ്റ്റ് ടൈമിൽ പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ട് പോലും അമേരിക്കൻസ് അത് തീരെ അംഗീകരിക്കാൻ താല്പര്യമില്ലായിരുന്നു. എസ്പെഷ്യലി ലിബറൽ ഒരു മനസാക്ഷിയുള്ള ആൾക്കാർക്ക് ട്രംപ് പ്രസിഡന്റ് ആയതെന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ട്രംപിന് ഇത്ര പോളറൈസിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ കൂടെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രംപിന്റെ തന്നെ പല സുഹൃത്തുക്കളായിട്ടുള്ള പല ആൾക്കാരെ, എസ്പെഷ്യലി യൂറോപ്യൻ കൗണ്ടർ പാർട്സ് ഒക്കെ ട്രംപിനോട് ഒരു വിമുഖത കാണിച്ചിരുന്നു. ആ സമയത്താണ് മോദി വന്നിട്ട് ട്രംപിന്റെ കൂടെ ഹൗഡി മോദി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഹ്യൂസ്റ്റണിൽ നടത്തുന്നത്. അന്നൊരു വലിയ ഇവന്റ് ആയിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ട്രംപ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഒരു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മോദി ഹീസ് എ ടോട്ടൽ കില്ലർ, ഹീസ് എ ഫാദർലി ഫിഗർ എന്നുള്ള രീതിയിലാണ്. കാരണം മോദി ഒരു ടോട്ടൽ ബിസിനസ് ഡീൽ നടത്താൻ ഒരു മികച്ച ഒരു വ്യക്തിയാണെന്നും പിന്നെ ഒരു കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വാത്സല്യവും ഒക്കെ തോന്നുന്ന ഒരു ഫാദർലി ഫിഗർ ആയിട്ട് നമുക്ക് തോന്നും. ബട്ട് ഹി ഈസ് ഗുഡ് ഇൻ ഹിസ് ബിസിനസ് എന്നാണ് മോദിയെ പറ്റി ട്രംപ് ഒരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചത്. അപ്പൊ അന്ന് വരെ എല്ലാവരും വില്ലിഫൈ ചെയ്തുകൊണ്ടിരുന്ന ട്രംപിനെ ഒരു കുറച്ചുകൂടെ ഒരു വൈഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ഈ ഇന്ത്യൻ ഡയസ്പോറയ്ക്കിടയ്ക്ക് ട്രംപിന് ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് ഹൗഡി മോദി എന്നുള്ള പ്രോഗ്രാം ട്രംപിന് ഒത്തിരി ഗുണകരമായിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലാണ് നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം അഹമ്മദാബാദിൽ നടത്തിയിട്ടുണ്ട്. അതൊരു വലിയ ഇവന്റ് ആയിരുന്നു. അന്ന് അവിടുത്തെ ആ മോദി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പൊ അന്ന് അതിന് കുറെ ക്രിറ്റിസൈസേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ലിബറൽ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രംപ് മോദിയും തമ്മിലുള്ള ഒരു ബ്രൊമാൻസിന്റെ ഭാഗമായിട്ട് ട്രംപിനെ കുറച്ചുകൂടി ഹ്യൂമനൈസ് ചെയ്തു. അല്ലെങ്കിൽ ട്രംപിന്റെ ആ ഒരു വിമുഖത, ആൾക്കാർക്ക് ട്രംപിനോടുള്ള ഒരു 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 വിമുഖത മാറിക്കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട്. എസ്പെഷ്യലി ഇന്ത്യൻ ഡയസ്പോറയൊക്കെ കാലകാലങ്ങളായിട്ട് ലിബറൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് പൊതുവേ ഉള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കൺസർവേറ്റീവ് സൈഡിലോട്ട് ചായാൻ ഇപ്രാവശ്യം
ക്രൂഷ്യൽ ആയിട്ടുള്ള പല സംസ്ഥാനങ്ങൾ, എസ്പെഷ്യലി കൺസർവേറ്റീവ് സംസ്ഥാനങ്ങളായ ടെക്സസ് പോലുള്ള സ്ഥലത്തൊക്കെ ഉള്ള ഇന്ത്യൻസിന്റെ വോട്ടുകൾ ഒരു പരിധിക്ക് മേളിൽ സ്വാധീനിക്കാൻ ട്രംപിന് ഈ മോദിയുമായിട്ടുള്ള സൗഹൃദത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ ഒരു പൊളിറ്റിക്കൽ ആൻഡ് ഒരു ഫ്രണ്ട്ഷിപ്പ് മീറ്റിംഗ് ആയിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ബേസിസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വർ വെരി സക്സസ്ഫുൾ ഇൻ ദെയർ ഫസ്റ്റ് മീറ്റിംഗ്. ഇതിന് ശേഷം പല കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട്സ് എന്താണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോഴേ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട ബേസിസ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ട്. അത് ഇന്ത്യക്ക് ഗുണകരമാവും. സെയിം ടൈം US അത് തന്നെയാണ് നോക്കുന്നത്. ഇന്ത്യയുടെ മാർക്കറ്റ് കുറച്ചുകൂടെ ഓപ്പൺ ആക്കി കിട്ടാൻ വേണ്ടി അവര് മോദിയെ ഉപയോഗിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജഗത്ത്, ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ട്രംപിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ആളുകളെ ഡിപ്പോർട്ട് ചെയ്യുക, ഇല്ലീഗൽ മൈഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഈ ഡിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി ഇന്ത്യയിലേക്കും ഇതേ രീതിയിലുള്ള കൈകൾ ബന്ധിച്ച ആളുകളെ ട്രംപ് കയറ്റി അയക്കുന്നുണ്ട്. ഇതിനോട് നരേന്ദ്രമോദി പ്രതികരിച്ചില്ല എന്നുള്ളതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പലരുടെയും ഒപ്പീനിയൻ. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു? അതൊരു മനുഷ്യാവകാശ ലംഘനമല്ലേ എന്ന് ചോദിച്ചത്. ഇപ്പൊ ഇവിടുന്ന് നരേന്ദ്രമോദി US പ്രസിഡന്റിനെ കാണാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ആളുകൾ വിചാരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ചയുടെ ഭാഗമാകുമെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഈ ആളുകളെ കൈകാൽ ബന്ധിച്ചു ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നുള്ള ഒരു സംഭവം ഇന്റർനാഷണലി അത്ര വലിയൊരു ചർച്ചയായിട്ടില്ല. അത് ഇന്ത്യയിൽ ചർച്ചയായിട്ടുണ്ട്. കാരണം ഇന്ത്യക്ക് അതൊരു വലിയൊരു ഡിപ്ലോമാറ്റിക് ഷെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. കാരണം ഒരു ഇന്ത്യൻസ് എന്നുള്ള രീതിയിൽ നമുക്കതൊരു ഷെയിമാണ്, നമുക്കത് യോജിക്കാൻ പറ്റില്ല. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതിനെപ്പറ്റി ഇന്ത്യക്കാരെ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ പറ്റി ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങളിലൊന്നും ഞാൻ ഒത്തിരി അതിന്റെ ഫുട് പ്രിന്റ്സ് ഞാൻ കണ്ടില്ല. നമ്മളിപ്പോ ഒരു നോർത്ത് അമേരിക്കൻ ബേസ്ഡ് ഫുട് പ്രിന്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇപ്പം എല്ലാ യൂട്യൂബിലാണെങ്കിലും നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ കാണും. പക്ഷെ അതിനകത്തൊന്നും അതിനത്ര ഒരു വലിയ പ്രാധാന്യം കൊടുത്ത് കണ്ടില്ല. ബട്ട് എനിക്കറിയത്തില്ല, എന്റെ ഫീഡ് ചിലപ്പോൾ അങ്ങനെ ആയിട്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് എൻ സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ വാർഫെയർ ആണ് ഇത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി ആദ്യമായിട്ട് വ്യക്തതയോടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രൊപ്പഗൻഡ സ്റ്റൈലിൽ ഈ ഒരു സാധനം ആദ്യം കൊണ്ടുവന്ന അൽ ജസീറ ന്യൂസ് ആണ്. അൽ ജസീറ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ ഫേക്ക് ന്യൂസ് പെഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ടിങ് ആയിട്ടുള്ള ഒരു പറഞ്ഞ ഒരു ടെറർ എക്സ്ട്രീമിസ്റ്റ് ഫണ്ടിങ് ഉള്ള ഒരു ന്യൂസ് പോർട്ടലാണ് അൽ ജസീറ ന്യൂസ് പോർട്ടൽ എന്നുള്ളത്. നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, അവരെ ഇസ്രായേലിൽ നിന്നൊക്കെ അവരുടെ ഓപ്പറേഷൻസ് ബന്ദ് ചെയ്തിട്ട് അവരെ പുറത്താക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ദേ ആർ റിപ്പോർട്ടേഴ്സ് വെയർ ആക്ടിങ് എ സ്പൈ ഫോർ പലസ്തീനിയൻ കൗണ്ടർ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവർ സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ അജണ്ട വ്യക്തമാണ് അൽ ജസീറയുടെ. എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഇന്റർനാഷണൽ ലെവലിൽ ഡിഫൈൻ ചെയ്യുക, ട്രംപിനെ വില്ലിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ആ ലാർജൽ അജണ്ടയുടെ ഭാഗമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇന്ത്യക്കെതിരെ പെഡൽ ചെയ്ത് അൽ ജസീറ ആയിരുന്നു. അൽ ജസീറയുടെ പോർട്ടലിൽ ന്യൂസ് വന്ന ശേഷം അതൊരു ഓട്ടോമാറ്റിക് സിൻഡിക്കേറ്റ് ആണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ചടപടാന്ന് പറഞ്ഞ ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം അതിനെപ്പറ്റി ട്വീറ്റുകൾ ചെയ്യാൻ തുടങ്ങി. അത് ബിക്കോസ് മേ ബി അന്ന് ഈ ട്രംപ് മസ്ക് സൂചിപ്പിച്ച പോലെ ഒരു US എയ്ഡിന്റെ ഭാഗമായിട്ടൊക്കെ പണ്ടുണ്ടായിരുന്ന ചില മാനിപ്പുലേറ്റീവ് ഓപ്പറേഷൻസും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു നെക്സസ് തന്നെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ മോദിക്കെതിരെയും ട്രംപിനെതിരെ ഇത്രയും വലിയ ഒരു ഇൻഫർമേഷൻ വാർഫെയർ നടന്നത്. അപ്പൊ ആ ഒരു വാർഫെയർ നടന്ന സമയത്ത് ഇന്ത്യക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ഒത്തിരി വലിയ മെക്കാനിസം ഒന്നുമില്ല. ബട്ട് ഈവൻ ദോ കുറച്ച് മാധ്യമങ്ങൾ, കൺസർവേറ്റീവ് സ്റ്റൈലിലുള്ള കുറച്ച് മാധ്യമങ്ങളൊക്കെ ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള ചിലര് അതിന് ചില വിശദീകരണമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും, ബട്ട് ദാറ്റ് വാർഫെയർ വാസ് പ്രെറ്റി എഫക്റ്റീവ്. അത് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഒരു മൊറൈലിനെ അത് ബാധിച്ചു എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനത്തുള്ള ഒരു സിൻഡിക്കേറ്റഡ് ഇൻഫർമേഷൻ വാർഫെയർ ആണ് അന്ന് നടന്നത്. അതിന്റെ ഭാഗമായിട്ട് മോദിയും ട്രംപും തമ്മിൽ ഒരു ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവും എന്നൊക്കെ നമുക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വി വെയർ ദ പാർട്ട് ഓഫ് ദാറ്റ് ഫേക്ക് ന്യൂസ്. നമുക്ക് ആ ഫേക്ക് ന്യൂസിന് നമ്മൾ കുറച്ച് ഇമ്മേഴ്സീവ് ആയി പോയി. അതങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ നറേറ്റീവിനെ അവരെ എങ്ങനെ വളച്ചൊടിക്കുക എന്നാണ് എസ്പെഷ്യലി അൽ ജസീറ പോലുള്ള അജണ്ട വെച്ച് വർക്ക് ചെയ്യുന്ന ടെറർ ഫണ്ടഡ് ഓർഗനൈസേഷൻ ഒക്കെ നോക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ജസ്റ്റ് ആ ഒരു ലെവലിൽ പുച്ഛിച്ച് തള്ളുക എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഇന്ത്യൻ മാധ്യമങ്ങൾ കുറച്ചുകൂടെ പ്രൊആക്റ്റീവ് ആയിട്ട് ചിന്തിക്കണം. ഇങ്ങനെ ഇതുപോലത്തുള്ള പെഡലിങ്ങിനകത്ത് വീണു പോകരുത്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, പലർക്കും പല പക്ഷങ്ങളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഏതൊരു ചാൻസും അത് മോദി അടിക്കാനുള്ള വടിയാണെങ്കിൽ മോദി അടിക്കും, ട്രംപിനെ അടിക്കാനുള്ള വടിയാണെങ്കിൽ ട്രംപിനെ അടിക്കും. ഞാൻ നോക്കിക്കാണെന്ന് വെച്ചാൽ അതിന്റെ ഒരു
ഒരു രണ്ട് സൈഡും പിടിക്കാതെ നമുക്ക് നോക്കാം ഓക്കെ എന്താണ് സംഭവിച്ചത്. പിന്നെ ആ ഒരു ഇഷ്യൂവിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചങ്ങലയ്ക്ക് ഇട്ട് കൊണ്ടുവന്ന ഇഷ്യൂ അത് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അതിനെ പറ്റി സംസാരിക്കും. ബട്ട് ഞാൻ പറഞ്ഞില്ല, അത് ഈ പറഞ്ഞ ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് ഇപ്പൊ അവർ കണക്കാക്കും. യു എസിൽ നമ്മൾ ഇല്ലീഗൽ ആയിട്ട് കയറുന്നത് ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് അവർ കണക്കാക്കും. പണ്ടത് അങ്ങനെ അല്ലായിരുന്നു. അതായത് നമ്മൾ യു എസിൽ ചെന്നിട്ട് എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ നമ്മൾ ക്രിമിനൽ ആവത്തുള്ളൂ. ബട്ട് ഇപ്പോഴത്തെ ട്രംപിന്റെ പുതിയ നിയമം അനുസരിച്ച് യു എസിൽ ഇല്ലീഗൽ എൻ്റർ ചെയ്യുന്നത് ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ക്രിമിനൽ ആക്ടിവിറ്റി. അപ്പൊ അത് കാരണം നമ്മൾ ക്രിമിനലായിട്ട് നമ്മളൊരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തെന്ന് അവർക്ക് മനസ്സിലാവും. അതിനുശേഷം അപ്പൊ അവരുടെ രാജ്യത്ത് നമുക്ക് എന്താണോ അവിടെയുള്ള നിയമ സംവിധാനങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കീഴടങ്ങുക, അതിനുശേഷം അവർ ചേരുന്ന ശിക്ഷ സ്വീകരിക്കുക എന്നല്ലാതെ പറഞ്ഞു. നിങ്ങൾ എന്തിനു പോകണം? വൈ ഷുഡ് യു ഗോ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തിനാണ് ഇല്ലീഗലി പോകുന്നത്? നിങ്ങൾക്ക് ലീഗലായിട്ട് പോകാൻ പറ്റി പോകണം. ഇപ്പം 1 കോടി രൂപ കൊടുത്തിട്ട് ഒരാൾ പോയി, പിന്നെ അല്ലെങ്കിൽ മെക്സിക്കൻ ബോർഡറിന് അടുത്ത് പോയി എന്നെ പിടിച്ചു. വൈ? നിങ്ങൾ എന്തിനാണ് അവിടെ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത്? നിങ്ങൾ അവിടെ പോകുന്നതുകൊണ്ടല്ലേ നിങ്ങൾ മിസ്ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനു മുന്നേ തന്നെ ഈ മൈഗ്രൻസിന് അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ കൈകാര്യം കിട്ടുമെന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് പാർട്ട് ഓഫ് എ പ്രോട്ടോകോൾ. അതായത് ഈ ഒരു ഫ്ലൈറ്റിനകത്ത് 150 പേരെ കൊണ്ടുപോകുന്നു, അതിനകത്ത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, ക്രൂവും ഓപ്പറേറ്റേഴ്സും ഒക്കെ. അപ്പൊ ഇവരിങ്ങനെ സ്പോട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അവർ ചെന്നിട്ട് എന്തെങ്കിലും ഫ്ലൈറ്റിനകത്ത് മാനിപ്പുലേഷൻ വല്ലതും ചെയ്ത് അവരെ ഉപദ്രവിക്കുകയോ എന്നിട്ട് എന്തെങ്കിലും ഫ്ലൈറ്റിനകത്ത് ഒരു കലാപം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര ഒരു ഡിസാസ്റ്റർ ആയി മാറും. അത് കാരണമാണ് ഒരു ഫ്ലൈറ്റിനകത്ത് കൈകാലും ഒക്കെ കെട്ടി ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഇതിന്റെ വേറൊരു ഒരു വിഷൻ നമ്മൾ നോക്കണം. കാരണം ട്രംപ് ഈ മെക്സിക്കൻസിനെയോ ലാറ്റിൻ അമേരിക്കൻസിനെയോ ഒക്കെ മിസ്ട്രീറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ ആദ്യമേ അവിടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു ബാലൻസ് പെർസ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ഫ്ലൈറ്റ് ഇന്ത്യയിലോട്ട് അയച്ചത്. കാരണം ഇന്ത്യയിൽ ഏകദേശം 7 ലക്ഷത്തോളം അൺഡോക്യുമെന്റ് ഇന്ത്യക്കാര് യു എസിൽ ഏകദേശം 7 ലക്ഷത്തോളം അൺഡോക്യുമെന്റ് ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഫേസ്ഡ് ഔട്ട് ആയിട്ട് അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉള്ള രീതിയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പേരെ ഇന്ത്യയിലോട്ട് അയച്ചു. ഇനിയും കൂടുതൽ പേരും സ്വീകരിക്കണം അല്ലെ അയക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഒരു ഡിസ്കോഴ്സ്. അത് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്ത് തീർക്കേണ്ടതാണ്. അതിനകത്ത് മോദിക്കും ട്രംപിനും നയപരമായിട്ട് അതിനകത്തൊന്നും ചെയ്യാനില്ല. അതൊന്നും പുതിയ പോളിസി ഡിസിഷൻ ഒന്നും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യ ഒറ്റ കാര്യമുള്ളൂ, യു എസിന്റെ ഫ്ലൈറ്റുകൾ വരുമ്പോൾ നമ്മളത് ക്ലിയറൻസ് കൊടുക്കുക, നമ്മുടെ എയർ സ്പേസ് ഓപ്പൺ ആക്കി കൊടുക്കുക, ഫ്ലൈറ്റ് അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ലാൻഡ് ചെയ്യും. ഇപ്രാവശ്യം അമൃത്സർ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സൗത്ത് ഇന്ത്യൻസ് വരുവാണെങ്കിൽ ചിലപ്പം ചെന്നൈയിലോ ബോംബെയിലോ ഒക്കെ വന്ന് ചിലപ്പം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ ഇപ്പം കുറച്ച് മലയാളികളും സൗത്ത് ഇന്ത്യൻസും എല്ലാം ഉണ്ട്, ഇല്ലീഗലായിട്ടുണ്ട്. ചിലപ്പോൾ അവരെയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സ്വീപ്പിംഗ് കോപ്പിംഗ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് അവരെ ഇതുപോലെ ചിലപ്പം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമ്മളത് കരുതിയിരിക്കുക. ഇപ്പം ആരെങ്കിലും ഇല്ലീഗലായിട്ടൊക്കെ യു എസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവര് ഇങ്ങനെ ഹ്യൂമിലിയേഷൻ സഹിച്ചതിനെക്കാട്ടി ഭേദം എങ്ങനെങ്കിലും അവിടുന്ന് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ പോരുന്നതായിരിക്കും നല്ലത്. അല്ലാതെ വെറുതെ അവിടെ ട്രംപ് ആൾക്കാർ ബിസിനസ്സുകളിൽ ഇപ്പം ഞാൻ ഇപ്പൊ ഈയിടയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെ റാൻഡം ആയിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ചെറുകിട ബിസിനസ്സുകളിലൊക്കെ. കാരണം ചെറുകിട ബിസിനസ്സുകളിലൊക്കെ ക്യാഷ് ജോബ് ചെയ്യുന്നതിലൊക്കെ ഒത്തിരി ഇമിഗ്രൻസ്, നോൺ ഡോക്യുമെന്റഡ് ഇമിഗ്രൻസ് ഉണ്ട്. എസ്പെഷ്യലി ഫാംസ്, റെസ്റ്റോറൻറ്റ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ മറ്റുള്ള സൈഡ് ഹസലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ക്യാഷിനാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകളിൽ ICE ഏജൻസി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അൺഡോക്യുമെന്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ നമ്മളെ കൊണ്ടുപോകും. അവർ ചിലപ്പം നമ്മളെ കൊണ്ടുപോയി അവരുടെ ഒരു ഡീറ്റൻഷൻ ഫെസിലിറ്റിയിൽ താമസിപ്പിച്ച ശേഷം അവരുടെ മിലിറ്ററി ഫ്ലൈറ്റ് ഫ്രീ ആവുന്നതനുസരിച്ച് നമ്മളെ അതിനകത്ത് കയറ്റി വിടും. നമ്മളെനിക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിനെക്കാട്ടും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ഡീപ്പോർട്ട് ആവുന്നതാണ്. നമ്മൾ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് എങ്ങനെയെങ്കിലും കയറി വരുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ അവിടെ നിന്ന് ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് there is no sense. യെസ് ജഹദ്. ഇപ്പൊ നമുക്കറിയാം മോദി ട്രംപിന്റെ വിസിറ്റിംഗിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ അദ്ദേഹം മോദി വിസിറ്റ് ചെയ്യുന്നു. വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്നു. ഇന്ത്യയുടെ ആയുധ ഉപകരണങ്ങളൊക്കെ ഫ്രാൻസ് മേടിക്കാം എന്നുള്ള ചർച്ചകളിലേക്ക് വരുന്നു. ഇനി എന്തായിരിക്കും ഈ US സന്ദർശനത്തിൽ മോദി ഇന്ത്യക്കായി നേടിയെടുക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? മോദിയുടെ ഒരു സന്ദർശനം, US സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് കുറെ അധികം നേരം അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 40 മിനിറ്റോളം ഒരു പ്രസ് ബ്രീഫും അതിനുശേഷം ഒരു 1-to-1 ഇന്ററാക്ഷൻസും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ US-ന്റെ താല്പര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യ US തമ്മിൽ ഒരു $100 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ട്രംപിന് എത്രയും പെട്ടെന്ന് വേണ്ടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് US നിന്ന് ബൈ ചെയ്യാൻ പറ്റുന്നത് എനർജിയാണ്.
ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ത്യക്ക് സപ്ലൈ ചെയ്യാന്നുള്ള ഒരു ക്രൂഷ്യൽ സ്റ്റാൻഡ് പോയിന്റിൽ ഇപ്പം ഇന്ത്യ കൂടുതൽ എനർജി വാങ്ങിക്കുന്ന റഷ്യയുടെ കയ്യിൽ നിന്നും ഇറാന്റെ കയ്യിൽ നിന്നും ഇറാഖിന്റെ കയ്യിൽ നിന്നും ഒക്കെയാണ് നമ്മൾ കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്നത്. അപ്പൊ അതെ, ആരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിച്ചു വെച്ചാലും നമ്മൾ ഡോളറിലാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സെപ്റ്റ് റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ റഷ്യയുടെയും ഇറാന്റെയും നമ്മളൊരു പ്രത്യേക അറേഞ്ച്മെന്റ് ഉണ്ട്. ഇറാന് നമ്മൾ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സും അങ്ങനത്തുള്ള സാധനങ്ങളുമായിട്ട് ഇറാനുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ റഷ്യയെ സംബന്ധിച്ച് നമ്മൾ റുപ്പിയിൽ ഡീൽ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ബട്ട് അതിപ്പോ ഈ യുക്രൈൻ ടെൻഷനൊക്കെ ഒന്ന് അയഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഇന്ത്യൻ ബയേഴ്സ് അത്ര കണ്ട് റഷ്യക്ക് ഇപ്പം സപ്പോർട്ട് കൊടുക്കുന്നില്ല. കാരണം ബിക്കോസ് ഓഫ് ഇന്റർനാഷണൽ പ്രഷർ. കാരണം മോദിയും ട്രംപും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അത് എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം അത് വർക്ക്ഔട്ട് ആവും. കാരണം യു എസിനെ നമുക്ക് അവഗണിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കി മോദി ഇപ്പം പ്ലേറ്റ് മാറ്റുക എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അതുപോലെ ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ട്രംപ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കണം, മോദി പറഞ്ഞു ഞങ്ങൾ സഹകരിക്കാം. അതുകൊണ്ട് ഈ അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് $50 ബില്യൺ ആക്കുക എന്നാണ് ട്രംപിന്റെ ഒരു ലക്ഷ്യം. അതിന് മോദി സമ്മതിച്ചിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് ആ പ്രാഥമികമായിട്ടുള്ള മോഡിയുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവർ തമ്മിൽ ഇരിക്കുന്ന സമയത്ത് മോദി കുറച്ച് കോഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനു മുന്നേ മോദി ഭയങ്കര റിജോയ്സ്ഡ് ആയിട്ടും കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുമായിരുന്നു. ബട്ട് ഇപ്രാവശ്യം മോദി കുറച്ച് സബ്മിസീവ് ആയിട്ടാണ് എനിക്ക് മോദിയുടെ ബോഡി ലാംഗ്വേജ് തോന്നിയത്. അത് മേ ബി എന്റെ തോന്നലായിരിക്കാം. ബട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇപ്രാവശ്യം കാര്യമായിട്ടുള്ള ഒരു പ്രഷർ ഇന്ത്യ യു എസ് ഇത് ബന്ധത്തിനകത്ത് നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ ഈ ബംഗ്ലാദേശ് കോണ്ടാക്ട്സ് ഒക്കെ കാണുമ്പം ട്രംപും മസ്കും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ USAID ഫണ്ടാണ് ബംഗ്ലാദേശ് ഉപയോഗിച്ച് അവിടെ ഇത് കലാപം ഉണ്ടാക്കിയെന്ന്. അങ്ങനെ ഇന്ത്യക്കെതിരെ കുറച്ച് വർക്ക് USAID സഹായത്തോട് നടന്നിട്ടുണ്ട്. അന്ന് ഈ ലിബറൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഇൻകോമ്പിറ്റൻസിയെ പറ്റിയും ട്രംപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഇന്ത്യ ആയിട്ടുള്ള ബന്ധം വഷളായിരുന്നു. അപ്പൊ അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രംപ് മോദി കൂടിക്കാഴ്ച. എസ്പെഷ്യലി ട്രേഡ് ആണെന്ന്. പിന്നെ ടാരിഫുകൾ അവർ തമ്മിൽ ചർച്ച ചെയ്തു. കാരണം ഇന്ത്യയിൽ നിന്നും നമ്മൾ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതേ ഒരു റെസിപ്രോക്കൽ താരിഫ് തന്നെ ആയിരിക്കും US ഇനിയിപ്പം നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ. നമ്മൾ ഇന്ത്യ എത്ര താരിഫ് US പ്രൊഡക്ട്സ് ഇടുന്നു അതേ താരിഫ് ഇന്ത്യൻ പ്രൊഡക്ട്സിന് US ഇടും. അപ്പൊ US കാർ മാനുഫാക്ചറേഴ്സിന്റെ ഒക്കെ ഒരു വലിയ ഒരു പ്രോബ്ലം ആണ്. കാരണം ഇന്ത്യയിൽ ഹൈ ടാരിഫാണ് ഇന്ത്യ ചാർജ് ചെയ്യുന്നത്, 30 to 70%. എസ്പെഷ്യലി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരിയും US കമ്പനികൾ ഇന്ത്യയിൽ തിരിച്ചുപോയി. ഇന്ത്യ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഫോർഡ് ആണ്. ഫോർഡ് ഇന്ത്യ എന്നുള്ള കമ്പനി അവര് നിർത്തി, അവര് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നിർത്തി, അവരെ എല്ലാം സപ്പോർട്ട് നിർത്തി അവർ പോയി. അതിനു മുന്നേ ഷെവർലെ ഉണ്ടായിരുന്നു. ഫോർഡ് ആൻഡ് ഷെവർലെ ആണ് US ഏറ്റവും വലിയ കാർ മാനുഫാക്ചറേഴ്സ്. ഷെവർലയുടെ പേരന്റ് കമ്പനി ജനറൽ മോട്ടോഴ്സും ഫോർഡുമാണ് US തന്നെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചറേഴ്സ്. അവർക്ക് രണ്ടുപേർക്കും ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യയിലെ മാർക്കറ്റിൽ അവർക്ക് അവരുടെ പ്രോഡക്ട്സ് കോമ്പറ്റീറ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവരുടെ ടാരിഫ് വെരി ഹൈ ആയത് കാരണം അവർ കമ്പനീസ് പോയി. പിന്നെ അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ അങ്ങനെയുള്ള US ഓട്ടോ മാനുഫാക്ചറേഴ്സിന് വലിയ പ്രോബ്ലം ഉണ്ടാക്കി. അപ്പം അത് ട്രംപ് അത് വ്യക്തമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട്. മോദി അതിന് കംപ്ലൈൻസ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ ഇനി രക്ഷയില്ല. കാരണം ഇന്ത്യ എത്ര നാൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ മാനുഫാക്ചറേഴ്സ് നല്ല രീതിയിൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി awarded by the market, not by the government. മാർക്കറ്റ് ആണ് തീരുമാനിക്കുന്നത് ഏത് വണ്ടിയാണ് നല്ലതും ഏത് വണ്ടിയാണ് മോശമുള്ളത്. നമ്മൾ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇപ്പൊ ടാറ്റയും മഹീന്ദ്രയും അങ്ങനെയുള്ള വണ്ടികളെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് എത്ര നാൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവരുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമ്മൾ വാങ്ങിക്കും. ഫോർഡിന്റെ പ്രോഡക്റ്റ് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ബട്ട് ദേ കുഡന്റ് സർവൈവ് ഇന്ത്യ ആ ഒരു ചീപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികൾ ഉപയോഗിക്കുന്ന പോലത്തുള്ള ഒരു സ്ട്രാറ്റജി അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ പ്രോഡക്റ്റിന് മിനിമം ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ആ ക്വാളിറ്റിയിൽ താഴെ അവർക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ലെവൽ പ്ലേയിങ് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് മോദിയുടെ ഒരു വിസിറ്റിന്റെ ഒരു പ്രധാന ലക്ഷ്യം. പിന്നുള്ളത് ഡിഫൻസ് കൊളാബറേഷൻ ആണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഡിഫൻസിന്റെ കൊളാബറേഷൻ കൂട്ടുന്നതിന് ഭാഗമായിട്ട് F-35 ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്ക് കൊടുക്കാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീല് നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ സൈനിക മേധാവി ഈയിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ആവശ്യത്തിന് മിലിറ്ററി ഫ്ലൈറ്റുകൾ ഇല്ല, അത് ഇന്ത്യക്ക് ഭയങ്കര പ്രോബ്ലം ആണ്. പിന്നെ ISROയും നാസയും ചേർന്നിട്ട് മിനറൽ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. പിന്നെ അതിനുശേഷം കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസ്
തഹാവൂർ റാണ പറഞ്ഞ ഒരു തീവ്രവാദിയെ ഇന്ത്യക്ക് കൊടുക്കാന്നുള്ളതും, പിന്നെ ടെററിസ്റ്റ് അറ്റാക്കുകൾ ഇന്ത്യയിൽ നടന്ന ബോംബെ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ഇന്ത്യക്ക് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഖാലിസ്ഥാനി മൂവ്മെന്റിനെ കർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെക്നോളജി പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യയുമായിട്ട് അടുത്തത് അവർ സംസാരിച്ചത്. സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി മേഖലയിൽ ഇന്ത്യയായിട്ട് കൂടുതൽ സഹകരിക്കാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നാസ, ISRO, മിനറൽ റിക്കവറി, അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബേസിക് മെറ്റീരിയൽ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു സാധനം ഇന്ത്യക്ക് ഇല്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആ ഒരു ബേസിക് റിസർച്ച് ടെക്നോളജികൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് US-ഉമായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ US-ലെ പ്രധാനപ്പെട്ട ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസും പബ്ലിക് യൂണിവേഴ്സിറ്റീസും എല്ലാം ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കുന്നതിനെ പറ്റിയും അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ ഒരു ഡിസ്കഷൻ ആണ്, ബട്ട് ഇറ്റ് വിൽ ബി എക്സ്പീഡിയേറ്റഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ടൻ അല്ലെങ്കിൽ ഹാർവാർഡ് പോലുള്ള വലിയ സർവകലാശാലയിൽ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യും, MIT-യിലേക്ക് ക്യാമ്പസ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിന് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ US പോകാതെ തന്നെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഒരു റിസർച്ച് അറ്റ്മോസ്ഫിയർ ഇന്ത്യയിൽ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആവും. അതിനെ സംബന്ധിച്ച ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ, ഓബിയസ്ലി പോർട്ട്, റെയിൽവേ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതൽ US പാർട്ണർഷിപ്പ്, US ഇൻവെസ്റ്റിംഗ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ന്യൂക്ലിയർ പവർ എന്നുള്ളത്. നമ്മൾ ഇന്ത്യ US-ഉമായിട്ട് ന്യൂക്ലിയർ പവർ ഡീൽ പണ്ട് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു തേർഡ് പാർട്ടി ഡാമേജ് ക്ലോസ് ഉണ്ടായത് കാരണം നമ്മൾ അതൊക്കെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടില്ല. അതായത് US കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു റിയാക്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ക്രിട്ടിക്കൽ പാർട്ട് ഫെയിലിയർ ആയി ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ലയബിലിറ്റി പാർട്സ് സപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ആണ് ഓൺ ചെയ്യേണ്ടതെന്ന് പറയൊരു ഡാമേജിങ് ക്ലോസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് US സപ്ലൈസിനൊന്നും അത് കംപ്ലീറ്റ് ചെയ്തു. കാരണം അവരൊരു സാധനം ഇവിടെ കൊണ്ടുവന്നു, അവരത് ഫിക്സ് ചെയ്തു, അവര് തിരിച്ചുപോയി. അപ്പം അത് മേ ബി അത് ആ പ്രോഡക്റ്റിന്റെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം, അല്ലെങ്കിൽ പ്രോബ്ലം കൊണ്ട് ഒരു ലൈബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തം US കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത് പറ്റത്തില്ല. കാരണം ദേ ആർ പ്രൈവറ്റ് കമ്പനീസ് ആണ്. US ഗവൺമെന്റ് കമ്പനീസ് ഒന്നും അല്ല ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുക. ഇപ്പൊ GE, വെസ്റ്റിംഗ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ കമ്പനികളാണ് അവിടെ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അവര് സംബന്ധിച്ചത് ഈ ക്ലോസ് എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യക്ക് 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആവുമെന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു മാഗ മിഗ ചേർന്നിട്ട് ഒരു മെഗ എന്നുള്ള രീതിയിലാണ്. മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മിഗ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു മെഗ ആവുമെന്നാണ് മോദി പറഞ്ഞിട്ടുള്ളത്. കുറച്ച് വെർബൽ ഇത് ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാരെ ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് ഒരു സൂപ്പർ പവർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി എഫിഷ്യന്റ് ആവണം. അപ്പൊ 2047 ആകുമ്പോഴേ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 100 ഗിഗാവാട്ടിന്റെ എങ്കിലും നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വേണം, എസ്പെഷ്യലി ന്യൂക്ലിയർ. ഊർജ്ജ മേഖലയിൽ ഉൾപ്പെടെ US-ന്റെ നിക്ഷേപങ്ങൾ വരുന്നതോടുകൂടി അതൊരു ഇന്ത്യയുടെ പുതിയൊരു എന്താ പറയാ മാറ്റം തന്നെ ഉണ്ടാവുമല്ലോ. വലിയ രീതിയിലുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവിടെ സംഭവിക്കുമല്ലോ. അപ്പോ അതെ, സംഭവിക്കും, അതിനകത്തൊരു സംശയമില്ല. കാരണം ഇപ്പം നമ്മളിപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഇന്ത്യയിൽ തന്നെ പവർ സെക്ടറിൽ വലിയ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ ന്യൂക്ലിയർ പവർ ജനറേറ്റിംഗ് പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. എല്ലാം അതായത് 100% സ്റ്റേറ്റ് ഓൺഡ് എൻറ്റിറ്റീസ് ആണ്. ഇപ്പം തെർമൽ പവർ പ്ലാന്റ്സ് എല്ലാം NTPC ആണ് ഓൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഇപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് സംഭവമാണ്. നമ്മളെല്ലാം നമ്മൾ തന്നെ ഓൺ ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിന് ഒത്തിരി സമയമെടുക്കും. ഇപ്പൊ നമുക്കൊരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കി അതിനെ ഡെവലപ്പ് ചെയ്ത് റിസർച്ച് ചെയ്ത് കൊണ്ടുവന്ന് അത് വികസിപ്പിച്ചെടുത്ത് അതിന് എത്ര വർഷം എടുക്കും? നമുക്ക് നമുക്ക് ഈ പോവർട്ടി നിന്നൊക്കെ ആൾക്കാരെ പുറത്തെത്തിക്കണ്ടേ? അതിന് എനർജി ഇല്ലാതെ ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നു വൈദ്യുതീകരിക്കും. വൈദ്യുതി എവിടെ? വൈദ്യുതി വേണ്ടേ? ഇപ്പം തന്നെ നമുക്ക് കൂടംകുളത്ത് ആണവ റിയാക്ടർ വന്ന സമയത്ത് അതിനെതിരെ ഒരു വലിയ ഇതായിരുന്നു, ആണവ ബോംബാണ് ഇവിടെ കൊണ്ടുവെക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇതൊക്കെ ഇങ്ങനത്തെ പറയുന്നതൊക്കെ സ്റ്റുപ്പിഡിറ്റി എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ന്യൂക്ലിയർ എനർജി ഈസ് ദ മോസ്റ്റ് സേഫസ്റ്റ് ആൻഡ് ക്ലീനസ്റ്റ് എനർജി ഇൻ ദ വേൾഡ്, ആസ് വെൽ ആസ് ചീപ്പസ്റ്റ് ആൾസോ. ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ന്യൂക്ലിയർ ആണ്. പിന്നെ എല്ലാവരും ചോദിക്കും എന്റെ വേസ്റ്റ് എന്ത് ചെയ്യും? ആ വേസ്റ്റ് എന്ന് പറയുന്നത്, ന്യൂക്ലിയർ എനർജിയുടെ വേസ്റ്റ് എന്ന് പറയുന്നത് കൺസ്യൂമറിൽ ലാർജ് എമൗണ്ട് ഒന്നുമില്ല. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വലിയ സ്ട്രക്ചറാണ്. അപ്പൊ ആ സ്ട്രക്ചറിനകത്ത് ഇതിന്റെ ഫ്യൂവൽ കത്തിത്തീരുമ്പോൾ വരുന്ന വേസ്റ്റ് അതിനകത്ത് തന്നെ ഡിസ്പോസ് ചെയ്ത് അത് തന്നെ സേഫ് ആയിട്ട് അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ സൂക്ഷിക്കുക എന്നല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ജഗത്, ഇനിയിപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും ഒരു മാറ്റങ്ങളുടെ ഒരു സമയം തന്നെയാണ്. ലോകത്തിലെമ്പാടും മാറ്റങ്ങളാണ്. അമേരിക്ക എന്തായാലും ഒരു സൂപ്പർ പവർ എന്ന രീതിയിലേക്ക് അവരുടെ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് പോയ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മോദി ഇന്ത്യ സൗഹൃദ ബന്ധം തുടരുന്നത് സത്യത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ കൂടി നൽകുകയാണ്. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് അസംഷൻ നടത്താൻ പറ്റുമല്ലോ. മാത്രമല്ല
അത് ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ ഒരു സൂപ്പർ പവറായി ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ ഒരു കൺക്ലൂഷൻ ആവുമെന്ന്. മോദി ട്രംപ് കൂടിക്കാഴ്ചയുടെ ഇംപ്ലിക്കേഷൻസ് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ കാണേണ്ടതാണ്. കാരണം ഇതുപോലത്തുള്ള ഇത്രയും വലിയൊരു ഡീല് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലത്തുള്ള ഒരു ന്യൂക്ലിയർ ഡീൽ അല്ലെ പവർ ഡീല് അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് എനർജി ഡീലുകൾ ഇതിനു മുന്നേ ഒരു പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റുമായിട്ട് ഇന്ത്യയിൽ നടത്തിയിട്ടില്ല. അപ്പം ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കറക്റ്റ് ടൈമാണ്. മോദിയും ട്രംപുമായിട്ട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ട്. നമുക്ക് ഇനിയും സമയമുണ്ട്. കാരണം മോദി ഇപ്പൊ അധികാരത്തിൽ വന്നിട്ട് 1 വർഷം ആവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ട്രംപ് ഇപ്പം തന്നെ വന്നു. ഇവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ 4 വർഷം സമയമുണ്ട്. അതായത് ട്രംപിന്റെ ഇപ്പോഴത്തെ സ്പീഡാണെങ്കിൽ പുള്ളി ഇനി കാര്യങ്ങളൊന്നും വെച്ചേക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കുവാണ് പുള്ളി. ഒരു ഫാസ്റ്റ് ഫോർവേഡ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പുള്ളിക്ക് ഇന്ത്യയായിട്ടുള്ള ഡീല് ക്ലോസ് ചെയ്യണം, ബാക്കിയുള്ള ഡീലുകളെല്ലാം പുള്ളി ക്ലോസ് ചെയ്യണം. പക്ഷേ നമ്മള് ഇന്നലെ ഒരു പാരീസിൽ ഒരു AI സമ്മിറ്റ് നടന്നിട്ടുണ്ട്. ട്രംപ് പോയില്ല, ബാക്കിയുള്ള ലോക നേതാക്കളൊക്കെ വന്നു. എനിക്കൊന്നും അവിടെ വരാത്ത നേതാക്കൾ പുടിനും ട്രംപും പിന്നെ ഷീ ജിങ് പിങ്ങും ആയിരുന്നു തോന്നുന്നത്. അത് ഞാൻ ആ വീഡിയോയിൽ കണ്ടില്ല, അത് സംസാരിച്ചു. കാരണം ട്രംപ് JD വാൻസിനെയാണ് ആ സമ്മിറ്റിന് അയച്ചത്. പക്ഷെ ട്രംപ് അവിടെ ഇന്റേണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യായിരുന്നു. അപ്പൊ മോദി പോയിട്ടുണ്ടായിരുന്നു ആ മീറ്റിങ്ങിന്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ട്രംപ് ഒരു ഫാസ്റ്റ് ഫോർവേഡ് രീതിയിൽ പോകുമ്പോൾ നമ്മൾ ട്രംപിന്റെ കൂടെ യോജിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും. എസ്പെഷ്യലി ഇപ്പൊ ട്രംപ് ഒരു ഇടയ്ക്ക് വെച്ചൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോ അവരുടെ ആ ഒരു നിയമനിർമ്മാണ സഭയുടെ ഒരു ചെറിയ ഒരു പ്രോബ്ലംസ് കാരണം നടക്കാതെ, അതായത് ഇന്ത്യയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ചെന്നിട്ട് US മാസ്റ്റേഴ്സ് ആൻഡ് PhD ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗ്രീൻ കാർഡ് കൊടുക്കും. അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ പ്രോസ്പെക്ട് കൊടുക്കും. എസ്പെഷ്യലി സ്റ്റെം ഫീൽഡിൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നവർക്ക് ഒരു ഡയറക്റ്റ് PR എന്നുള്ള അല്ലെ ഒരു ഗ്രീൻ കാർഡ് എന്നുള്ള രീതിയിൽ ഒരു ഓഫർ ട്രംപിന്റെ മനസ്സിലുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഹൈ ക്വാളിറ്റി സ്കിൽഡ് നല്ല ആൾക്കാരെ US കൊണ്ടുപോയി അവരുടെ ഇൻഡസ്ട്രി അവർക്ക് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം. എസ്പെഷ്യലി ഇൻ ബയോടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എഞ്ചിനീയറിംഗ് ആ മേഖലയിൽ ഇന്ത്യൻസിന് ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് വേണം. കാരണം ഇല്ലീഗൽ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലീഗലായിട്ട് ചെല്ലുന്ന മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അവര് എടുക്കുന്നുണ്ട്. ബിക്കോസ് US ഈസ് ബേസ്ഡ് ഓൺ മെറിറ്റോക്രസി. ആ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും നോക്കണം. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ട്രംപ് ഇന്ത്യൻസിനെ ഇപ്പം ഇന്ത്യയെ സ്ട്രാറ്റജിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. ഡിഫൻസ് ഡീല്, ന്യൂക്ലിയർ പവർ ഡീൽ ഇതെല്ലാം നടക്കും. അതിന്റെ കൂടെ തന്നെ ഇന്ത്യൻസിന് നല്ല മെറിറ്റ് ഉള്ള ഇന്ത്യൻസിന് US പോയിട്ട് US കമ്പനികളിൽ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, കാരണം ഇന്ത്യക്ക് ഈ ഇടയ്ക്ക് ചൈന ഡീപ്സിക്കൊക്കെ ഇറക്കിയ സമയത്ത് ഇന്ത്യയെ പറ്റി ഒരു വലിയ ഇന്ത്യക്കകത്ത് തന്നെ വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ല എന്നുള്ളത്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ ഫൗണ്ടേഷൻ മോഡൽ ഒന്നും ഉണ്ടാക്കുന്ന എത്രത്തോളം ഫീസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് പെർപ്ലസിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഉണ്ട് US. അതിനെ ഹെഡ് ചെയ്യുന്ന അരവിന്ദ് ശ്രീനിവാസ് എന്ന് പറഞ്ഞിട്ട് IIT മദ്രാസ് ഒരു ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ അദ്ദേഹമാണ് ഇന്ത്യയുടെ AI ടെക്നോളജിയെ ഇനി ലീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ത്യ ഇടയ്ക്ക് ഒരു പദ്ധതി പറയുക 8 മാസത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ മോഡൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള ഒരു LLM കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് സ്പിയർ ഹെഡ് ചെയ്യുന്നത് അരവിന്ദ് ശ്രീനിവാസ് ആണ്. അദ്ദേഹമായിട്ടാണ് ഇപ്പം സ്ട്രാറ്റജിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കമ്പനി പെർപ്ലക്സിറ്റിയുമായിട്ട് ഒരു ചെയ്യുന്നത്. ആ കമ്പനി ഇപ്പൊ തന്നെ എനിക്കൊന്ന് മോർ ദാൻ $2 ബില്യൺ വാല്യുവേഷൻ ഉള്ള ഒരു വലിയ കമ്പനിയാണ്. ജസ്റ്റ് എനിക്കൊന്ന് 2023 സ്റ്റാർട്ട് ചെയ്ത കമ്പനി, 22-23 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. പുള്ളി ഓപ്പൺ AI വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിൽ അദ്ദേഹത്തെ പറ്റി അത്ര ഒരു വലിയ ഒരു ഇതൊന്നും മീഡിയ ഒന്നും വന്നിട്ടില്ല. എന്നാലും ഇപ്പൊ ഈ ഇടയ്ക്ക് AI ബന്ധപ്പെട്ട്, കാരണം ഇന്ത്യക്ക് AI എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒത്തിരി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇന്ത്യയുടെ ഒരു ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസ് ആണ്. ഡാറ്റ അനാലിസിസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. AI സഹായത്തോടു കൂടി പല ഇന്ത്യയിലെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കി അഗ്രികൾച്ചർ, മെഡിസിൻ, ഹൗസിംഗ്, അർബൻ ഡെവലപ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ ഡേറ്റ അനാലിസിസ് AI വെച്ച് ചെയ്യിപ്പിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ ഒരു ഇന്ത്യക്ക് ഒരു ഫൗണ്ടേഷൻ മോഡലിൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു AI മോഡൽ സഹായിക്കാൻ US നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ സ്പെക്കുലേഷൻസും അപ്രിഹെൻഷൻസും മാറ്റി വെക്കുക. ഈ പെഡലിംഗ് ചെയ്യുന്ന ഫേക്ക് ന്യൂസ് എന്നുകൾ നമ്മൾ വീഴാതിരിക്കുക. എസ്പെഷ്യലി അൽജസീറ പോലുള്ള ടെറർ സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻസിനെയൊക്കെ നമ്മൾ അവഗണിക്കുക. നമുക്ക് ന്യൂസോ വ്യൂസോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ US മീഡിയാസിൽ തന്നെ പോവുക നോക്കുക. എസ്പെഷ്യലി വാഷിംഗ്ടൺ പോസ്റ്റ് അല്ലെങ്കിൽ ഫോസ്റ്റ് ന്യൂസ് അങ്ങനത്തുള്ള നോക്കിയ ശേഷം നമ്മൾ നോൺ പാർട്ടീസിനായിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുക. അതായിരിക്കും നല്ലത്. നമ്മൾ മീഡിയ വാർഫെയറിനകത്ത് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക.
ഓക്കെ ജഗത്, എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും മോദി ട്രംപ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരുപാട് മേഖലകളിൽ US നിക്ഷേപം വരാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അവർ ചർച്ച ചെയ്തിരിക്കുന്നു. ഡിഫൻസ്, ഊർജ്ജ മേഖല അടക്കമുള്ള ഇടങ്ങളിൽ. എന്തായാലും ഇന്ത്യക്ക് ഇനി നല്ലൊരു വളർച്ചയുടെ കാലഘട്ടം കൂടിയാണ്. അത് അമേരിക്കയുടെ കൂടെ സപ്പോർട്ട് കൂടി ആവുമ്പോൾ അതിന്റെ വേഗത കൂടും, അതിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്ന് തന്നെയാണ്. ഒരുപാട് നന്ദി ജഗത്, മറുനാടിനോട് ചേർന്ന് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.